പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് യുവതിയെ കൊലപ്പെടുത്തിയ ഭർത്താവ് കസ്റ്റഡിയിൽ. കാട്ടുകുളം സ്വദേശി ഭാര്യ വൈഷ്ണവിയെ കൊലപ്പെടുത്തിയത്. യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ഒക്ടോബർ 9 വൈഷ്ണവി മരിച്ചത്. ഇന്നലെ പുലർച്ചെ വൈഷ്ണവി പറഞ്ഞ സ്ത്രീ അബോധാവസ്ഥയിൽ കിടന്ന് ഹോസ്പിറ്റലിലെത്തി ബ്രോഡ് ഡെഡ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു. അത് ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ഫോറൻസിക് ഡോക്ടറിനെ കൊണ്ട് പരിശോധിപ്പിച്ച് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികൾ സ്വീകരിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു സ്മോദറിങ് ആയിട്ട് ഉള്ള സംഭവമാണെന്ന് തെളിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, എന്താണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു, അതായത് ഇന്നലെ പുലർച്ചെയാണ് ഇത്തരമൊരു സംഭവം നടന്നിട്ടുള്ളത്. അതായത് ഈ യുവാവ് പെൺകുട്ടിയെ, വൈഷ്ണവി എന്ന പെൺകുട്ടിയെ ഇന്നലെ പുലർച്ചെയോടെ ശ്രീശൂരം കാട്ടുകുളം സ്വദേശിയായ ദീക്ഷിത് അവശനിലയിലാണെന്നും ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ബോധം നഷ്ടമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെർപ്പളശ്ശേരി മാങ്ങോടുള്ള മെഡിക്കൽ കോളേജിലേക്ക് ഈ പെൺകുട്ടിയെ എത്തിക്കുകയായിരുന്നു. ബന്ധുക്കളോടും ഡോക്ടർമാരോടും ഒക്കെ ദീക്ഷിത് പറഞ്ഞത് ഈ പെൺകുട്ടി പെട്ടെന്ന് ബോധം നഷ്ടമായി എന്ന തരത്തിലായിരുന്നു. അതിനുശേഷം ഡോക്ടർമാർ പരിശോധിച്ച സമയത്ത് പെൺകുട്ടിയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഇതോടുകൂടെ തന്നെ ഈ യുവാവിൻ്റെ പെരുമാറ്റത്തിൽ പല അസ്വാഭാവികതകളും തോന്നുകയുണ്ടായി. തുടർന്ന് പോലീസ്, ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിച്ചു. അങ്ങനെ പിന്നീട് പെൺകുട്ടിയുടെ മൃതദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടായി. ആ പോസ്റ്റ്മോർട്ടം നടപടികളിലാണ് ശ്വാസം മുട്ടിയാണ് മരണം സംഭവിച്ചത് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് പോലീസ് ഈ യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് താൻ ഭാര്യയായ വൈഷ്ണവിയെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ളത് ദീക്ഷിത് സമ്മതിച്ചത് എന്നുള്ളതാണ്. 1.5 വർഷം മുൻപാണ് പെരിന്തൽമണ്ണ ആനമങ്ങാട് സ്വദേശിയായ ഈ വൈഷ്ണവിയുടെയും അതുപോലെ തന്നെ ശ്രീശൂരം സ്വദേശിയായ ദീക്ഷിതിൻ്റെയും വിവാഹം കഴിഞ്ഞത്. ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള നിരന്തരം കലഹങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതുതന്നെയാണ് ഈ ഭാര്യയെ ശ്വാസം മുട്ടിച്ച് അല്ലെങ്കിൽ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നതിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഏതായാലും പ്രതിയെ ഇന്നിപ്പോൾ പോലീസ് ശ്രീകൃഷ്ണപുരത്തെ വസതിയിലെത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായി. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അരുൺ ആലത്തൂരാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.